ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ 8ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിസ്മസ് എക്സാമിനേഷനും ഓണം എക്സാമിനേഷനും എന്തിനധികം മെയിൻ എക്സാമിനേഷന് വളരെ പ്രധാനമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ എന്ന് പറയുന്ന ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ നമുക്ക് വളരെ രസകരമായിട്ട് കുറച്ച് ആനിമേഷനോട് കൂടെ കുറച്ച് വീഡിയോസിൻ്റെ ഒക്കെ പോലെ നിങ്ങൾക്ക് ആക്ച്വലി പഠിച്ചാലോ, ഒന്നുകൂടെ ഭയങ്കര സിമ്പിൾ ആക്കിയിട്ട് പഠിച്ചാലോ. ഓക്കെ, നമുക്കിത് അവിടെ നോക്കാം. ശരിക്കും നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വഭാവം പോലെ തന്നെയാണ്. ഭൂമിക്ക് അടങ്ങി നിൽക്കാൻ അറിയില്ല. ഭൂമി രണ്ട് തരത്തിൽ മൂവ്മെന്റുകൾ സംഭവിക്കുന്നുണ്ട്. ഭൂമി എന്ത് ചെയ്യുന്നു, നിങ്ങൾ നോക്കുക, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത്, ഈ ഒരു ആനിമേഷൻ നോക്കുന്ന സമയത്ത് തന്നെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സെന്ററിൽ സൂര്യനുണ്ട്, സൂര്യനെ ചുറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിനെയും കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ വേഗത്തെ തന്നെ ഇതിന്റെ ചെറിയ കാര്യങ്ങളിലേക്ക് നോക്കാം. ശരിക്കും ആദ്യം ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ കാണാറുള്ളത്, നമ്മുടെ സ്കൂളിലൊക്കെ കാണാറുള്ളത് ഇതുപോലെയാണ്, ഒരു ഗ്ലോബ് അല്ലേ. ഈ ഒരു ഗ്ലോബ് കാണുന്ന സമയത്ത് ഗ്ലോബ് നോക്കി നേരെയാണോ വെച്ചിട്ടുള്ളത്? അല്ല, ചെരിഞ്ഞിട്ടാണുള്ളത്. എത്ര ഡിഗ്രിയാണ് ഭൂമി ചെരിഞ്ഞു നിൽക്കുന്നത്? 23.5 ഡിഗ്രിയാണ് ഭൂമിക്ക് ടിൽറ്റ്. ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് TILT, ടിൽറ്റ് എന്നാണ് വിളിക്കുക. അഥവാ മലയാളത്തിൽ നമ്മൾ ചെരിവെന്ന് വിളിക്കും. 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നിൽക്കുക. ജസ്റ്റ് ലൈക്ക് ലാലേട്ടൻ എന്നാണ് ഞാൻ പറയാറുള്ളത്. ഭൂമി അപ്പം ആരെ പോലെയാ? ലാലേട്ടനെ പോലെയാണ്. ഭൂമി ലാലേട്ടനെ പോലെ എന്ത് ചെയ്തു, ഒരു 23 ഡിഗ്രി ചെരിഞ്ഞിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, നിൽക്കാറുള്ളത്. ഈ ചെരിവ് ഒരു സമയത്തും നേരെയാവാറില്ല. ലാലേട്ടൻ ഏത് സിനിമ അഭിനയിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ചെരിവ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഭൂമിക്ക് എത്ര ഡിഗ്രിയാണ് ചെരിവ്? എത്ര ഡിഗ്രി ഞാൻ പറഞ്ഞേ? 23.5 ഡിഗ്രി, 23 ഡിഗ്രി ആൻഡ് ഹാഫ് എന്ത് ചെയ്യുന്നു, ഈ ടിൽറ്റ് അവിടെ ഉണ്ടായിരിക്കും. അത് മക്കളുടെ മനസ്സിൽ ഓർമ്മയിൽ വേണം. ഇതിൽ ഞാൻ ആദ്യത്തെ ഭൂമിയുടെ മൂവ്മെന്റ് പറയാൻ പോവാണ്, ചലനം പറയാൻ പോകാണ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നില്ല നിങ്ങൾ, ഇതുപോലെയാണ്. ഞാൻ ഉദാഹരണത്തിന് ഭൂമിയാണ് വിചാരിക്കുക, ഞാൻ ഭൂമിയാണ്, എന്താണ്, ഭൂമിക്ക് ഒരു ചെരിവ് വേണം, ഞാൻ ഭൂമിയാണ്, ഞാൻ ഈ സ്വന്തം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ആ തിരിയുന്ന സമയത്ത് അതിന്റെ സെന്ററിലൂടെ ഒരാൾ പോകുന്നുണ്ട്. അയാളെ വിളിക്കുന്ന പേരെന്താ? ആക്സിസ് എന്നാണ്, അച്യുതൻ എന്നാണ് വിളിക്കുക. അഥവാ നമ്മുടെ ഭ്രമണം എന്ന് പറഞ്ഞാൽ, റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ, എർത്ത് സ്പിന്നിങ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് ഭ്രമണം എന്ന് പറയുന്നത്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നില്ലേ, യെസ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ഭ്രമണം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാനാണ് ഭൂമി, എനിക്ക് ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കുന്ന മക്കളെ? 24 മണിക്കൂർ, 24 hours എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒരു ദിവസം എന്ന് പറയാം. ഒരു ദിവസം 24 മണിക്കൂർ. പക്ഷേ ഇനി ആക്യുറേറ്റ് ചെയ്തിട്ട് ചോദിക്കുക, ഇനി NMMS എക്സാമിന് എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണോ, ഹൗ മച്ച് ടൈം ഫോർ കംപ്ലീറ്റിംഗ് ദ വൺ റൊട്ടേഷൻ, ഒരു ഭ്രമണം പൂർത്തീകരിക്കാൻ എത്ര സമയം എടുക്കുന്നു NMMS എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒന്നും കൂടെ ആക്യുറേറ്റഡ് ആയിരിക്കണം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതാണ് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. പക്ഷെ നമ്മളൊരു ഏകദേശം ഒരു ആവറേജ് കണക്കൊക്കെ അങ്ങോട്ട് പറയും. കാരണം എന്താണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ലെവല്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് പറയും 24 മണിക്കൂറാണ് ഭ്രമണം പൂർത്തീകരിക്കുന്നത്, റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ റൊട്ടേഷൻ കാരണമായിട്ട്, ഭ്രമണം കാരണമായിട്ടാണ് ശരിക്കും ഭ്രമണത്തിന്റെ ദിശ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അഥവാ നമ്മൾ എന്ത് ചെയ്തു, പടിഞ്ഞാറിന് കിഴക്കോട്ടാണ് ഭൂമി എന്തെങ്കിലും കറങ്ങുന്നത്. ഈ ഭ്രമണം കാരണമായിട്ടാണ് ഡേയും നൈറ്റും ഉണ്ടാവുന്നത്, രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പം എന്ത് ചെയ്തു, ഇപ്പം ഇവിടെ നിന്നാണല്ലോ എനിക്ക് സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ നിന്നാണ് ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭൂമിയാണെങ്കിൽ ഭൂമിക്ക് ചെരിവ് വേണം. എത്ര ഡിഗ്രി? 23 ഡിഗ്രി ചെരിവ് വേണം. ഇവിടെ സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എന്തായിരിക്കും, പകലായിരിക്കും. എൻ്റെ ബാക്ക് സൈഡിൽ എന്തായിരിക്കും, രാത്രിയായിരിക്കും. ഞാൻ ഇങ്ങനെ തിരിയുന്നത് കൊണ്ടാണ് എന്റെ ഇപ്പൊ ഫ്രണ്ട് ഭാഗം എന്തായി, രാത്രിയായിട്ട് മാറി. അതേസമയം ബാക്ക് സൈഡ് എന്തായി, പകലായിട്ട് മാറിയില്ലേ. അപ്പൊ ഈ ഡേയും നൈറ്റും, രാത്രിയും പകലും ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ആരാണ് മക്കളെ? അത് നമ്മുടെ റൊട്ടേഷൻ ആണ്, ഭ്രമണമാണ്. അപ്പൊ ഭ്രമണം കാരണമായിട്ടാണ് ഡേയും നൈറ്റും ഉണ്ടാവുന്നത്, രാത്രിയും പകലും ഉണ്ടാവുന്നത്. അതിനെയും കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഇനി അതിന്റെ കൂടെ തന്നെ മക്കൾ പഠിച്ചു വെക്കേണ്ട ഒരു വേർഡ് ഉണ്ട്, സർക്കിൾ ഓഫ് ഇല്ലുമിനേഷൻ, പ്രകാശവൃത്തം എന്ന് പറയും. അതെന്താ അറിയോ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെയാണ്. രാത്രിയും പകലും ഉണ്ടാവാനുള്ള കാരണം റൊട്ടേഷൻ ആണ്, ഭ്രമണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഇവിടുന്ന് സൂര്യപ്രകാശം എൻ്റെ ഇവിടേക്ക് അടിക്കുന്നു. ഇപ്പം എൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് മൊത്തം പകലാണ്, ബാക്ക് സൈഡിൽ രാത്രിയാണ്. അപ്പോൾ ഈ രാത്രിയും പകലിനെയും നമ്മൾ വേർതിരിക്കുന്നത് ഒരു സാങ്കല്പിക രേഖ എന്ന് വെച്ചാൽ, ഇവിടുന്ന് അങ്ങോട്ടാണ് രാത്രി, ഇവിടെ വരെ പകലാണ്. അങ്ങനെ ഈ രാത്രിയെയും പകലിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കുന്ന ആ ഒരു ഇമാജിനറി ലൈൻ, സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണ് സർക്കിൾ ഓഫ് ഇല്ലുമിനേഷൻ, പ്രകാശവൃത്തം എന്നാ പറയാറ്. എന്താ വിളിക്കാം? സർക്കിൾ ഓഫ് ഇല്ലുമിനേഷൻ അഥവാ പ്രകാശവൃത്തം എന്ന് വിളിക്കും. കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കൊറിയോളിസ് എഫക്റ്റ് അല്ല നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കാൻ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളിതാ ഇതും കൂടെ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കണം. ഭൂമിയുടെ രണ്ടാമത്തെ മൂവ്മെന്റ് ആണ് റവല്യൂഷൻ അഥവാ പരിക്രമണം എന്ന് പറയുന്നത്.
പരിക്രമണം എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ നോക്കാം, നമ്മൾ നടുവിൽ നിൽക്കുന്നതാണ് സൂര്യനാണ്. ഈ സൂര്യനെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഈ സൂര്യനെ ഭൂമി ചുറ്റിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി സൂര്യനെ വലയം വെക്കുന്നതിനെ, ഈ ചുറ്റുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി റവല്യൂഷൻ, പരിക്രമണം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒന്നും കൂടെ വൃത്തിയിലാക്കിയിട്ട് ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയാ പറയാനുള്ളത്: ദ എർത്ത് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഭൂമി സൂര്യനെ ദീർഘവൃത്താകൃതിയിൽ, കറക്റ്റ് സർക്കിൾ ഒന്നുമില്ല, ഒരു ലോങ് സർക്കിൾ ആയിട്ട് ദീർഘവൃത്താകൃതിയിൽ വലയം വെക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവല്യൂഷൻ, പരിക്രമണം എന്ന് പറയുന്നത്. ഈ പരിക്രമണം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര സമയം വേണമെന്നറിയോ? 365 ദിവസമാണ്. 365 ആൻഡ് ക്വാർട്ടർ ഡേയ്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യാണ് ഒരു റവല്യൂഷൻ, ഒരു പരിക്രമണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഈ റവല്യൂഷൻ കാരണമായിട്ടാണ്, പരിക്രമണം കാരണമായിട്ടാണ് സീസണുകളൊക്കെ ഉണ്ടാവുന്നത്, ഋതുക്കളൊക്കെ ഉണ്ടാവുന്നത്. മാത്രമല്ല, ഞാനൊരു സംശയം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഈ ചാപ്റ്ററൊക്കെ കൃത്യമായിട്ടൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ 365 ദിവസം കൊണ്ടാണ് ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണല്ലേ. അതിൽ 1/4 എന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറയുന്ന ദിവസത്തെ നിങ്ങൾ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം കൂടുമ്പോഴേ ഈ 1/4 എന്ന് പറയുന്ന ദിവസമേ ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഭൂമിക്ക് 2 തരത്തിലുള്ള മൂവ്മെന്റുകളുണ്ട്. നിങ്ങൾ മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഈ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഭൂമിക്ക് 2 തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് റൊട്ടേഷനും, രണ്ടാമത്തെ റവല്യൂഷനും. ഒന്ന് ഭ്രമണവും, രണ്ടാമത്തെ പരിക്രമണം. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി സ്വയം തിരിയുന്നതാണ്, 24 മണിക്കൂർ എടുക്കും. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതാണ്. കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇത് മനസ്സിലായല്ലോ? ഇതുപോലത്തെ വീഡിയോകൾ ഏതെങ്കിലും ഭാഗത്തിന്റെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ മക്കൾ എന്ത് ചെയ്താൽ മതി? അടിപൊളിയായിട്ട് കമന്റ് ചെയ്താൽ മതി. ഇങ്ങനത്തെ വീഡിയോകൾ വേണോ, ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽസുകളൊക്കെ വേണോ എന്നുള്ളത്. മാത്രമല്ല, മക്കളെ യോദ്ധ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. യോദ്ധ ബാച്ചിൽ ഈ ചാപ്റ്ററൊക്കെ കഴിഞ്ഞു, അടുത്ത ബാച്ച് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നിൽക്കുക. സോ അതുകൊണ്ട് തന്നെ വേഗം തന്നെ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കാത്ത മക്കളൊക്കെ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടിപൊളിയാക്കിയിട്ട് മാറണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണം? താഴെ കമന്റ് ചെയ്തോട്ടോ. ടാറ്റാ, ബൈ.